അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, സമസ്തയുടെ മദ്രസകളിൽ പാദവാർഷിക പരീക്ഷകൾ അടുത്തു വരികയാണ്. 22-ാം തീയതി ബുധനാഴ്ച ലിസാനുൽ ഖുർആൻ്റെ പരീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷം പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ലിസാനുൽ ഖുർആൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ മോഡലായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, നക്തുബുൽ അജ്വിബത്ത ബിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാ ഹാദ, അതുപോലെ മാ ഹാദിഹി, മൻ ഹാദ, മാ ഹാദിഹി. ഇതിൻ്റെയൊക്കെ താഴെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് മാ ഹാദ, ഹാദ ഹാദിഹി എന്ന് പഠിപ്പിക്കുന്ന പാഠത്തിൽ നിന്നാണ്. പുരുഷനാണെങ്കിൽ ഹാദ എന്ന് ചേർക്കും തുടക്കത്തിൽ, സ്ത്രീയാണെങ്കിൽ ഹാദിഹി എന്നുമാണ് ചേർക്കുന്നത്. ആദ്യമായിട്ട് ഒരു മാങ്ങയുടെ ചിത്രമുണ്ട്. അതിൻ്റെ മുകളിൽ മാ ഹാദ, ഇത് എന്താകുന്നു എന്ന ചോദ്യമാണ്. അപ്പോൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഹാദ മാഞ്ച എന്നതാണ്. രണ്ടാമതായിട്ട് മാ ഹാദിഹി എന്ന് ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പൂച്ചയുടെ ചിത്രമാണ്. ഹാദിഹി ഹിറത്തുൻ, ഹിറത്ത് എന്നുള്ളത് മുഅന്നസായൊരു പദമാണല്ലോ, താ അതിൻ്റെ അവസാനം കാണാം. അപ്പോൾ ഹാദിഹി എന്നാണ് അവിടെ പറയേണ്ടത്. ഹാദിഹി ഹിറത്തുൻ, ഹാദ ഹിറത്തുൻ എന്ന് പറയാൻ പറ്റുകയില്ല. അടുത്തതായിട്ട് മൻ ഹാദ, ആരാണിത്? ഒരാൺകുട്ടിയുടെ ചിത്രമാണ്. ഹാദ ബാസിമുൻ, ബാസിമുൻ എന്നതാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഹാദ ബാസിമുൻ എന്നതാകും. അടുത്തതായി മാ ഹാദിഹി, ഒരു റോസ് പൂവിൻ്റെ ചിത്രമാണല്ലോ. അപ്പോൾ ഹാദിഹി വർദ്ധത്തുൻ എന്നാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, നുക്കമ്മിലു മാ യുനാസിബു, യോജിച്ചവ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഹാദ ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട്. പദങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, തുടക്കത്തിൽ ഹാദ എന്നാണെങ്കിൽ ഹാദ എന്ന് ചേർക്കുക. ഇനി ഹാദിഹി എന്നതാണെങ്കിൽ ഹാദിഹി എന്നത് ചേർക്കുക. ഹാദ ബാബുൻ, ഒന്നാമത്തെ ചോദ്യത്തിൽ ഹാദ എന്നതാണ് ചേർക്കേണ്ടത്. ബാബുൻ എന്നുള്ളത് മുദക്കറായൊരു പദമാണല്ലോ. അപ്പോൾ ഹാദ ബാബുൻ. രണ്ടാമത്തെ ചോദ്യത്തിൽ ഹാദിഹി ഷജറത്തുൻ, ഷജറത്തുൻ എന്നുള്ളത് മുഅന്നസായ ഒരു പദമാണ്, താ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഹാദിഹി ഷജറത്തുൻ എന്ന് വരുന്ന രൂപത്തിൽ ഹാദിഹി എന്ന് ചേർക്കുക. മൂന്നാമതായിട്ട് ഹാദ കുർസിയുൻ. നാലാമത് ഹാദിഹി ദജാജത്തുൻ. അഞ്ചാമത്തത് ഹാദ ദീക്കുൻ. ആറാമത്തത് ഹാദിഹി സയ്യാറത്തുൻ. ഈ രൂപത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. മുദക്കറായ പദമാണെങ്കിൽ ഹാദ എന്ന് ചേർക്കുക, മുഅന്നസ് ആണെങ്കിൽ ഹാദിഹി എന്ന് ചേർക്കുക. മൂന്നാമത്തെ ചോദ്യം, നുക്കമ്മിലു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ പൂർത്തീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. അന ഉസ്താദുൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു ഉസ്താദിൻ്റെ ചിത്രം. അപ്പോൾ അന ഉസ്താദുൻ എന്ന് അവിടെ ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഇബ്നുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരാൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ചിത്രമാണ്. അപ്പോൾ ആ പെൺകുട്ടി ആൺകുട്ടിയോട് പറയുകയാണ് അൻത ഇബ്നുൻ. ഇബ്നു എന്നുള്ളത് മുദക്കറായ പദമായതുകൊണ്ട് അൻത എന്ന പദമാണ് അവിടെ ചേർക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരാൺകുട്ടി പെൺകുട്ടിയോട് പറയുന്നതാണ്. ബിൻതുൻ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൻതി ബിൻതുൻ എന്ന രൂപത്തിൽ വരുന്ന നിലക്ക് അൻതി എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. സ്ത്രീ ആയതുകൊണ്ട് അൻതി എന്നതാണ് അവിടെ ചേർക്കുക. മൂന്നാമത്തെ ചോദ്യത്തിൽ അന എന്ന് കൊടുത്തിട്ടുണ്ട്.
ഒരു പഴത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ അന മൗസുൻ എന്ന രൂപത്തിൽ വരുന്ന നിലക്ക് മൗസുൻ എന്ന് അവിടെ എഴുതി ചേർക്കുക. നാലാമത്തെ ചോദ്യത്തിൽ അന എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ ചിത്രമാണ്. അനാനാസുൻ എന്ന് വരുന്ന രൂപത്തിൽ അവിടെ എഴുതി ചേർക്കുക. അന, അൻതി, അൻത എന്നീ പദങ്ങൾ പഠിപ്പിക്കുന്ന, എന്നീ ലമീറുകൾ പഠിപ്പിക്കുന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് അർത്ഥം. അൻത ഒരു പുരുഷനാണെങ്കിൽ അൻത നീ, സ്ത്രീയാണെങ്കിൽ അൻതി എന്നുമാണ് വരുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. അള്ളാഹു ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.